എന്നാൽ പിടിച്ചോ നിങ്ങളുടെ ഉസൂൽ പൊളിക്കുന്ന അടുത്ത ചോദ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിലെ ഓരോ ഹദീസ് എഴുതുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അടുത്തിരുന്ന് അവിടുത്തെ ഖബറിന്റെ അടുത്തിരുന്ന് എഴുതി. ആ പതിവിനെ സ്വീകരിച്ചു. ആ പതിവിനെ സ്വീകരിച്ച പണി വിദഅത്താണോ? ഏതായാലും ഇപ്രാവശ്യത്തെ ചോദ്യവും നബിദിനവുമായി ബന്ധപ്പെട്ടതല്ല. ചോദ്യം ഒപ്പിച്ചേക്കാണ് മൂപ്പര് അവസാനമുണ്ട്. ഏതായാലും നല്ല ചോദ്യം ഇല്ല എന്ന് വ്യക്തമായി. ഇനിയിപ്പോൾ ഇബ്നു തൈമിയ്യയുടെ മദ്ഹബാണ് ഇപ്പോൾ പറയാൻ. അൽഹംദുലില്ലാ. അപ്പോൾ പേരോട് മാത്രമല്ല വെളുപ്പിക്കണത്, നിങ്ങളും വെളുപ്പിക്കുന്നുണ്ട്. വല്ലാതെ ഒച്ചത്ത് പാടി ചിലപ്പോൾ നിങ്ങൾക്കും സുഹാബിന്ന് പേര് വരും. അവിടെ അങ്ങനെ വെളുപ്പിക്കാൻ പോണ്ട. എന്തായിരുന്നാലും ഇബ്നു തൈമിയ്യയുടെ കിതാബും ഇബ്നു ഖയ്യിമിന്റെ കിതാബും അതൊക്കെ വായിച്ച് പഠിച്ചാൽ നമ്മളൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ നിർത്തി. അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താ? നബിദിനാഘോഷം എന്നതാണ് വിഷയം. എന്താ അയിമുക്കൾ വരാത്തത്? അയിമുക്ക് വരുന്നേ ഇല്ലല്ലോ. ഞങ്ങളെ വാദം വ്യക്തമായി എഴുതിയില്ലേ? ഇത് വിശുദ്ധ ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, നബിക്കോ സ്വഹാബത്തോ താബികൾക്കോ തബഉ താബികൾക്കോ അയിമത്തുൽ അർബഅക്കോ പരിചയമില്ല, അത് ബിദ്അത്താണ്. ഇത് നമ്മളെ വാദം. ആ വാദം പൊളിക്കാനല്ലേ നിങ്ങൾ വന്നത്? ആ വാദം പൊളിക്കാനല്ലേ വന്നത്? ഇത് എന്തേ അതിലേക്ക് നിങ്ങൾ വരാത്തത്? നിങ്ങൾ ഇല്ലാത്ത വാദം എഴുതി നബിദിനാഘോഷം ശിർക്കാണ് എന്നത് ശരിയല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വാദം നമുക്കില്ല. അല്ല, അവിടെ ഉണ്ട്. അപ്പൊ അവിടെ വായിച്ചപ്പുറം കിട്ടും ശിർക്കാവാൻ കാരണം ഇതാകുന്നു. ഉറപ്പല്ലേ? ആ കാരണമുണ്ടോ ശിർക്കാണ്? ആ കാരണമുണ്ടോ? അതാ പറഞ്ഞു ഉമർ മൗലവി എഴുതി നബിദിനാഘോഷം മാത്രമല്ല ആ കാരണത്താൽ നിസ്കാരം വരെ ശിർക്കാണെന്ന് അതേ ലേഖത്തിൽ ഉമർ മൗലവി പഠിപ്പിച്ചു. നിസ്കാരം വരെ ശിർക്കാണ്. അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞ അസ്ലാണ്. ഞങ്ങൾ സ്ഥിരമായി പറയേണ്ടത്. നിങ്ങൾ അൽഫാത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താ? ആ അൽഫാത്തെ നബിതങ്ങൾ കേൾക്കുന്നതാണ്. അത് നബിതങ്ങൾ കേൾക്കും, നബിതങ്ങൾ അറിയും, നബിതങ്ങൾ ഇടപെടും എന്നാങ്ങളെ വിശ്വാസം. ആ അൽഫാത്തിലേക്ക് പോലും ഈ ലേഖനങ്ങൾക്ക് വെച്ചു കൊടുക്കാം. അതാണ് അവിടെ. അല്ലാതെ നിരുപാധികം ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. നിരുപാധികം ശിർക്ക് പറഞ്ഞിട്ടില്ല. വായിക്കാൻ കഴിയില്ല. അങ്ങനെ എവിടെയും ഇല്ല. മുജാഹിദ് പ്രസ്ഥാനം നബിദിനാഘോഷത്തിന്റെ ഹുക്മ പറയുമ്പോൾ ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് ബിദ്അത്താണ്. ബിദ്അത്തായതുകൊണ്ട് ഹറാമാണ്, മതത്തിൽ കൂട്ടിച്ചേർക്കലാണ്. അത് ബിദ്അത്തും ഖബീഹയാണ്, ബിദ്അത്തും മുൻകറയാണ്. എന്നാൽ മറ്റു പല കാരണങ്ങളാൽ അതൊക്കെ ഹറാമായി മാറുന്നു, അത് ശിർക്കായി മാറുന്നു. അതാണ് നമ്മൾ പറഞ്ഞിട്ട്. അത് ഇന്നും പറയും, അത് എന്നും പറയും. അത് ഇനിയും ഇൻഷാ അല്ലാഹ് സംവാദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയും. അതിന് സംശയമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കെട്ടല. ഖബർ കെട്ടിയപ്പോൾ ശിർക്കാണെന്ന് മുജാഹിദുകൾ വാദിച്ചു എന്ന് പണ്ട് ഇവിടെയൊക്കെ ചില മനുഷ്യന്മാരൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറയാം. ആണ്ട് ഒപ്പിക്കന്നെ. നിങ്ങൾ തന്നെ പറയാം മുജാഹിദിന്റെ വാദം. ഇത് നിങ്ങളെ അതിന് റദ്ദും ചെയ്യുക. അത് എളുപ്പമുണ്ട്. മുജാഹിദിക്ക് നബിയെ സ്നേഹമില്ല എന്ന് പറയാം, സ്വലാത്തില്ല എന്ന് പറയാം, ദിക്റില്ലാത്തല്ല എന്ന് പറയാം, നബി റഹ്മത്തായി അംഗീകരിക്കുന്നില്ല എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ ഞാൻ മറുപടിയും പറയാം. അതിന് വാദപ്രതിവാദം എന്ന് പറയില്ല. അത് വാദപ്രതിവാദമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് വായിച്ചോളി, അത് കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഇല്ലാത്ത വായിച്ച് നിങ്ങളെ വക ശറഹ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അത് ന്യായീകരിക്കേണ്ട ബാധ ഞങ്ങൾക്കില്ല. നബിദിനാഘോഷത്തിന്റെ ഭാഗമായും അല്ലാതെയും നിങ്ങൾ ചൊല്ലുന്ന മാലപ്പാട്ടുകളിൽ ശുദ്ധമായ ശിർക്കുണ്ട്, ഒരു സംശയവുമില്ല.